നമസ്കാരം. നമുക്ക് ഇന്ന് നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് സെക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വാങ്ങുക. ഒരു കിലോ അടുത്ത് ചിക്കൻ ഉണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഞങ്ങൾ ഉപയോഗിച്ച ഈസ്റ്റ് ഇന്ത്യൻ മസാലയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് കമ്പനിയുടെ മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നല്ലപോലെ മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മസാല പുരട്ടി വെച്ചാണ് ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ എത്ര കൂടുന്നോ അത്ര നല്ലത്, അരമണിക്കൂർ 1 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞ സാധനമാണ്. ഇനി ബാക്കി ആവശ്യമുള്ള കറിക്ക് വേണ്ടി ഇതേപടി ഫ്രൈ ചെയ്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ലും ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപടി കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനെ ഇതേപടി ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മെത്തേഡാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് പോകാം. നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ പാം ഓയിലിലാണ് വറുക്കുന്നത്. എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ടൊരു വറുത്തല്ല, ജസ്റ്റ് ഒരു ഹാഫ് ബോയിൽഡ്. ഇത് എന്താ പറയുക, നമ്മൾ ചേർത്ത കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പിലൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ ഔട്ട്സൈഡിലേക്ക് പിടിക്കാൻ വേണ്ടിയുള്ളൊരു വറുക്കലാണ് ഇപ്പോൾ നടത്തിയത്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഹാഫ് ബോയിൽഡ്, ഫുള്ള് കുക്കിംഗ് അല്ല. പിന്നെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് വഴറ്റിയിട്ട് ഗ്രേവി ആക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വഴറ്റണം, നല്ലപോലെ വഴറ്റുന്നത്, ബ്രൗണിഷ് നിറമാകുന്ന വരെ വഴറ്റിയെടുക്കും. ഇപ്പം നമ്മൾ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ വേസ്റ്റേജ് ഇല്ല. നമ്മൾ ഏതായാലും എണ്ണയിലേക്ക് അഡീഷണൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ വറുക്കാനെടുത്ത എണ്ണയിലേക്ക് തന്നെയാണ് സവാള ഇട്ട് വഴറ്റാൻ വേണ്ടി ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ. നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് അവസാനത്തേക്ക് ആവശ്യമെങ്കിൽ. നമ്മൾ ചിക്കൻ കറി മസാലയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് മുമ്പ് വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഇനിയിപ്പം മൂടി വയ്ക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ തിളച്ചതിന് കഴിഞ്ഞാണ് ചിക്കൻ ഇട്ടത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ സെർവ് ചെയ്യാൻ പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ചിക്കൻ കറി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.